നമ്മുടെ പ്രോബ്ലം സോൾവിങ് സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടിലാണ് നമ്മളുള്ളത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് വരുന്ന ക്വസ്റ്റ്യനും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിക്കോളൂ, ഗ്രാവിറ്റേഷൻ എന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എ മാൻ ക്യാൻ ലിഫ്റ്റ് മാസ് ഓഫ് 15 kg ഓൺ എർത്ത്. വാട്ട് വിൽ ബി ദ മാക്സിമം മാസ് ദാറ്റ് ക്യാൻ ബി ലിഫ്റ്റഡ് ബൈ ഹിം അപ്ലൈങ് ദ സെയിം ഫോഴ്സ് ഓൺ മൂൺ. ഒരാൾക്ക് എർത്തിൽ 15 കിലോഗ്രാം മാസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് മൂണിൽ പോയി കഴിഞ്ഞാൽ എത്ര മാസ് വരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും? സപ്പോസ് എർത്ത്, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ രണ്ട് കോളമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നന്നാവുക. എർത്ത്, മൂണ്, അങ്ങനെ രണ്ട് കോളങ്ങളാക്കി ഞാൻ. ഇപ്പോൾ ഒരാൾക്ക് എർത്തിൽ എത്ര മാസ് വരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എഫ് ന്യൂട്ടൺ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂണിൽ പോയാലും അയാൾക്ക് എഫ് ന്യൂട്ടൺ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ നോക്ക്, എർത്തിൽ 15 അല്ലേ, എഫ് എന്ന് പറയുന്നത് എത്രയാണ് ലിഫ്റ്റ് ചെയ്യുന്ന മാസ്? എഫ് ഈസ് ഈക്വൽ ടു mg എന്ന് പറയും, മാസ് ഇൻറ്റു ജി എർത്ത്. എർത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് എന്ത്? GE എന്ന് പറയുന്നത്. ഇവിടെ മാസിൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട്? 15 ആണ്. അപ്പോൾ 15 GE ആണ് എന്ത്? ഒരാൾക്ക് എർത്തിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയോ ആയിക്കോട്ടെ. അപ്പോൾ ഇതേ ഫോഴ്സ് തന്നെയല്ലേ എവിടെയും പറ്റുക, നമുക്ക് മൂണിലും പറ്റുക. ഇനി മൂണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേമാതിരി തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു, എഫ് തന്നെയാണ് ഫോഴ്സ്, പക്ഷെ അവിടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാസിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മാസിനെ എം ഡാഷ് എന്ന് വിളിച്ചു. എം ഡാഷ് ഇൻറ്റു ജി മൂൺ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ഈക്വലാണ്. അപ്പോൾ എം ഡാഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇനി നോക്കിയേ, മൂണിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 1/6 ആണ്. ഓക്കെ, GE/6 ആണ് എന്ത്? GM എന്ന് പറയുന്നത്. അപ്പോൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? ആ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ എഫ് ഈസ് ഈക്വൽ ടു എം ഡാഷ് അങ്ങനെ തന്നെ നിൽക്കട്ടെ, GMൻ്റെ സ്ഥാനത്ത് GE/6. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ ദാ ഈ എഫ് ഉണ്ടല്ലോ, ഈ എഫിനെ റീപ്ലേസ് ചെയ്യുന്നു. ഈ എഫിന് ഞാൻ എന്ത് കൊടുക്കുന്നു? ഈ ഒരു വാല്യൂ എടുത്തിട്ട് ഇവിടെ ഉള്ളതാ ഈ എഫിൻ്റെ വാല്യൂ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ എന്താ വരാം? എഫിൻ്റെ സ്ഥാനത്ത് 15 GE ഈസ് ഈക്വൽ ടു mge എന്ന് വരുന്നു. എം ഡാഷ് ഇൻറ്റു GE/6 എന്ന് വരുന്നു. രണ്ട് സൈഡിലും ആരുണ്ട്? GE ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. അപ്പോൾ 15 ഈസ് ഈക്വൽ ടു എം ഡാഷ്/6 എന്ന് വരുന്നു. അപ്പോൾ എം ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ? 15 × 6 എന്ന് വെച്ചാൽ 90 kg അല്ലേ, 90 കിലോഗ്രാം വരെ പൊക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. 1/6 ആണ് എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂണിൽ വരുന്ന സമയത്ത്. ഓക്കെ, എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 1/6 ആണ് മൂണിൽ വരുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യുക? മൂണിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ 6 ടൈംസ് മാസിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എർത്തിലുള്ള ഫോഴ്സ് അവിടെ എത്തുന്ന സമയത്ത് സെയിം ആണ്, പക്ഷേ നമ്മൾ മാസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള മാസിൻ്റെ 6 ടൈം നമുക്ക് അവിടെ റേസ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഗ്രാവിറ്റേഷൻ ആണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എ മാസ് ഓഫ് 30 kg ഈസ് ടേക്കൺ ഫ്രം എർത്ത് ടു മൂൺ. എർത്തിൽ നിന്ന് മൂണിലേക്ക് 30 കിലോഗ്രാം മാസിനെ കൊണ്ടുപോയിട്ടുണ്ട്. വാട്ട് വിൽ ബി ഇറ്റ്സ് മാസ് ആൻഡ് വെയിറ്റ് ഓൺ ദ സർഫസ് ഓഫ് മൂൺ. അപ്പോൾ എർത്തിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് 30 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂണിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നോക്കി, എൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ബാഗിനകത്ത് കുറച്ച് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിനകത്ത് എന്തുണ്ട്? കുറേ ഒബ്ജക്റ്റുകൾ നിറച്ച് വെച്ചിട്ടുണ്ട്. 30 കിലോഗ്രാം ആണ് അതിൻ്റെ മാസ്. ഇത് ഞാൻ എർത്തിൽ വെച്ചതാണ്. എർത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? ബാഗ് ഒരു റോക്കറ്റിലാക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു. ഇവിടെ പോയിട്ട് മൂണിലേക്ക് കൊണ്ടുപോയിട്ട് വിട്ടു. ഓക്കെ, മൂണിൽ കൊണ്ടുപോയിട്ട് വെച്ചു. യെസ്, ഇത് എർത്താണ്, ഇത് മൂണാണ്. മൂണിലെത്തിക്കഴിഞ്ഞാലും ഈ ബാഗ് മാറുന്നില്ലല്ലോ. ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ബാഗ് എന്ത് തന്നെയാണ്? ആ ബാഗ് തന്നെയാണ്, അത് മാറുന്നില്ല. അപ്പോൾ അതിൻ്റെ മാസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല, 30 കിലോഗ്രാം തന്നെയായിരിക്കും. ഓക്കെ, അപ്പം എർത്തിലെ മാസ് 30 കിലോഗ്രാം ആണെങ്കിൽ മൂണിലെ മാസ് എത്ര തന്നെയാണ്? 30 കിലോഗ്രാം ആണ്. ഇനി എർത്തിൽ വെയിറ്റ് നമ്മൾ നോക്കുക. വെയിറ്റ് ഓൺ എർത്ത്, വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? mg ആണ് അല്ലേ. എർത്തിൽ 30 കിലോഗ്രാം ഉണ്ട് ഇൻറ്റു എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 9.8 അല്ലെങ്കിൽ 9.8 എന്ന് പറയാം. 9.8. യെസ്. അപ്പോൾ 30 × 9.8 ആണ്. ഇത്രയും ന്യൂട്ടൺ ആണ് എന്ത്? നമ്മുടെ എർത്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. ഇതേ ഒബ്ജക്റ്റ് മൂണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വെയിറ്റ് നമുക്ക് എന്തെങ്ങനെ കാണാം? വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി മൂൺ. ഓക്കെ, മൂണിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി.
30 ഇൻറ്റു മൂന്നിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 ഡിവൈഡഡ് ബൈ 6 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് 30 ഇൻറ്റു 9.8 ബൈ 6 എന്ന് പറയുമ്പോൾ 49 ന്യൂട്ടൺ എന്ന് വരുന്നു. ഓക്കെ, 49 ന്യൂട്ടൺ ആയിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടാവാം. ഇവിടെയോ, ഇവിടെ 49ൻ്റെ 6 ടൈംസ് ആയിരിക്കും അതിൻ്റെ വെയിറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റാം. അത്രയും ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് നമ്മൾ. അറ്റ് വാട്ട് ഹൈറ്റ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. ഏത് ഹൈറ്റിലെത്തുമ്പോഴാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നത്, എർത്തിൻ്റെ സർഫസിലുള്ളതിനേക്കാൾ പകുതിയായിട്ട് മാറുന്നത്? നോക്കി, നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് എന്ത്, ജി എന്ന് പറയുന്നത്. ഒരു മുകളിലേക്കൊണ്ട് ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിലേക്ക് എത്തി, ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എച്ചിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R. ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജിയുടെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ട്, GH. ഹൈറ്റിൽ ജിയുടെ വാല്യൂ G/2 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ എച്ച് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എച്ച് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. സോ നമ്മളിതാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു. ജിയുടെ ഇക്വേഷൻ അറിയാലോ, GH ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 + h/r ഓൾ റേസ് ടു -2. ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി GH ഈക്വൽ ടു എന്താണ്, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, GH ഈസ് ഈക്വൽ ടു G/2 ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ G/2 ഈസ് ഈക്വൽ ടു G ഇൻറ്റു 1 + h/r ഓൾ റേസ് ടു -2. രണ്ട് സൈഡിലും G ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. G ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്താ ബാക്കി വരുന്നത് 1/2 ഈസ് ഈക്വൽ ടു 1 + h/r ഓൾ റേസ് ടു -2. ഇനി നോക്കി, രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കുക. ഇതിനകത്ത് ഈ 1/2 ഞാൻ 2 ആക്കി എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ എടുത്തു. ടേക്കിംഗ് റെസിപ്രോക്കൽ, രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു, റെസിപ്രോക്കൽ എടുക്കുന്നു, 2 ആക്കി. അപ്പോൾ അപ്പർ സൈഡിലും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 + h/r തന്നെ, പക്ഷേ ഓൾ റേസ് എന്തിട്ടാൽ മതി, ആ മൈനസ് അങ്ങ് ഒഴിവാക്കിയാൽ പോരെ. യെസ്. ഇനി നോക്ക്, നമുക്ക് സ്ക്വയർ ഒഴിവാക്കണം. H ആണ് കിട്ടുന്നത്, H അതിനകത്താണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ക്വയർ അങ്ങ് കളയാം. സ്ക്വയർ കളയുന്ന സമയത്ത് 2 ഈസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ കളയുമ്പോൾ റൂട്ട് എടുക്കട്ടെ. √2 ഈസ് ഈക്വൽ ടു, രണ്ട് സൈഡിലും റൂട്ട് എടുക്കട്ടോ, ടേക്കിംഗ് റൂട്ട്, രണ്ട് സൈഡിലും റൂട്ട് എടുക്കുന്ന സമയത്ത് √2 ഈസ് ഈക്വൽ ടു 1 + എച്ചിൻ്റെ വാല്യൂ കണ്ടു, h/r എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി, ആ ഭാഗമായി. അപ്പോൾ h/r ഈസ് ഈക്വൽ ടു എന്ത് വരും, h/r ഈസ് ഈക്വൽ ടു √2 - 1. √2ൻ്റെ വാല്യൂ 1.414 അല്ലേ, -1 h/r. അപ്പം h ഈസ് ഈക്വൽ ടു 1.414 ഇൻറ്റു ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ വന്നിട്ട് 6400 ഇൻറ്റു 6400 ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും 2650 എന്ന് കിട്ടുന്നു. ഇത്രയും കിലോമീറ്റർ എത്തുമ്പോഴാണ് ജീൻ്റെ വാല്യൂ എന്തായിട്ട് മാറുക, G/2 ആയിട്ട് മാറുക. ഓക്കെ, ഈ സ്റ്റെപ്പ് ഇങ്ങനെ അല്ലാണ്ട് വേറെ മെത്തേഡും ഈ പ്രോബ്ലം ചെയ്യാം. ഞാനത് കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടുള്ള മെത്തേഡാണ് ചെയ്തിട്ടുള്ളത്, കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. ഇതല്ലാത്ത മെത്തേഡും ഉണ്ട്. നിങ്ങൾ ജിൻ്റെ ഇക്വേഷൻ, GHൻ്റെ ഇക്വേഷൻ പല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഏത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പം മോസ്റ്റ് ബെറ്റർ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ തെറ്റിപ്പോയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എർത്ത്. നേരത്തെ പറഞ്ഞ അതുപോലത്തെ ഒരു കേസ് തന്നെയാണ് എർത്താണ്. എർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈറ്റ്, ഏതോ ഒരു ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഹൈറ്റിൽ ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത് ഹൈറ്റിൽ വന്നു. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് ഓൾറെഡി എന്താണ്, 6 ഉണ്ട്. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, എർത്തിൻ്റെ റേഡിയസിൻ്റെ പകുതി ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു H ഹൈറ്റിൽ ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിലേക്കുള്ളത് എന്താണ്, R/2. എർത്തിൻ്റെ റേഡിയസിൻ്റെ പകുതിയാണ് അങ്ങോട്ടുള്ള ദൂരം. സോ ഈ ഒരു പോയിന്റിൽ ജിയുടെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. GH ഈസ് ഈക്വൽ ടു വാട്ട്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, GH ഈസ് ഈക്വൽ ടു വാട്ട്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ GH കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. GH ഈസ് ഈക്വൽ ടു വാട്ട്. റെഡി? അപ്പോൾ കണ്ടുപിടിക്കാൻ പോവല്ലേ. GH കണ്ടുപിടിക്കുക. നമ്മുടെ കയ്യിൽ ജീൻ്റെ ഇക്വേഷൻ ഉണ്ട്. GH ഈസ് ഈക്വൽ ടു
ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ്റെ വേറൊരു രൂപമായിട്ടത്. ഓക്കെ, അപ്പോൾ ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ചിൻ്റെ സ്ഥാനത്ത് ഞാൻ r/2 എന്ന് കൊടുക്കട്ടെ, r/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ജി എം ഡിവൈഡഡ് ബൈ ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് r/2 എന്ന് പറയുമ്പം 3r/2 അല്ലേ, 3r/2 ഹോൾ സ്ക്വയർ. അങ്ങനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ജി എം ഡിവൈഡഡ് ബൈ 3ൻ്റെ സ്ക്വയർ 9, ആറിൻ്റെ സ്ക്വയർ r² ഡിവൈഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4. ഈ 4 കറങ്ങി തിരിഞ്ഞ് മുകളിലേക്ക് വരും. 4/9 ജി എം ഡിവൈഡഡ് ബൈ r². ഓക്കെ, ഈ ശരിക്കും ഈ ജി എം ബൈ r² എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എച്ച് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. ഈ ജി എം ബൈ r² എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് സർഫസ് അല്ലേ, സർഫസിൽ ജിയുടെ വാല്യൂ ആണ് എന്ത്? ജി എം ഡിവൈഡഡ് ബൈ r². അപ്പോൾ ജി എച്ച് ഈസ് ഈക്വൽ ടു 4/9 ജി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ജിയുടെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 4/9th ഫ്രാക്ഷനാണ് എന്ത്? ഈ r/2 എന്ന് പറഞ്ഞ ഹൈറ്റിലുണ്ടാവുക. അപ്പോൾ ജി എച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? നമുക്ക് ആൻസർ കിട്ടി അല്ലേ, 4/9 ജി ആയിട്ട് കുറയുന്നു. ഓക്കെ, ജി കുറഞ്ഞിട്ടുണ്ട്, 4/9 ഫ്രാക്ഷനായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഒരു 4 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രോബ്ലംസ് ഒരുപാട് വരുന്നൊരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പറയാം. ദെൻ ഇപ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. സ്ട്രക്ചറൽ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 10 millimeter. ഒരു സ്റ്റീൽ റോഡിൻ്റെ റേഡിയസ് 10 millimeter ആണ്, അതിൻ്റെ ലെങ്ത്ത് 1 meter ആണ്. 100 kN ഫോഴ്സ് സ്ട്രെച്ചസ് ഇറ്റ്സ് along its length. Calculate stress, elongation, strain on the road. യങ്സ് മോഡുലസ് ഗിവൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു സ്റ്റീൽ റോഡുണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു സ്റ്റീലിൻ്റെ റോഡുണ്ട്. ആ റോഡിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട് എത്രയാണ്? 10 millimeter ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട് എത്രയാണ്? 1 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എന്തിൻ്റെ എത്രയാണ്? 100 kN. അതിനപ്പം തന്നെ മാറ്റി എഴുതുക, 100 × 10⁻³ N എന്ന് മാറ്റി എഴുതിയേക്കാം. യെസ്, ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ സ്ട്രെസ്സ് കാണാനാണ്. എന്താ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ? ഓപ്ഷൻ എ ആണ് കണ്ടുപിടിക്കുന്നത്, ക്വസ്റ്റ്യൻ എ ആണ് കണ്ടുപിടിക്കുന്നത്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് വെച്ചാൽ 100 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ πr² ആണ് എടുക്കേണ്ടത്. കാരണം നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ റോഡുകളൊക്കെ നമ്മൾ ഈ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, ഈ ഭാഗത്ത് അടിഭാഗത്ത് ഈ ക്രോസ് സെക്ഷൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം എന്തായിരിക്കും? ഒരു സർക്കുലാർ ഷേപ്പിലായിരിക്കും. അപ്പോൾ അവിടുത്തെ ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഏരിയ എന്താ എടുക്കേണ്ടത്? ഏരിയ ഈസ് ഈക്വൽ ടു πr². ഓക്കെ, അപ്പോൾ 100 × 10⁻³ ഡിവൈഡഡ് ബൈ പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു ആറിൻ്റെ വാല്യൂ ഇത്ര 10 millimeter അല്ലേ, അപ്പോൾ 10 × 10⁻³ ഹോൾ സ്ക്വയർ അല്ലേ, πr² പറയുമ്പോൾ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3.18 ഇൻറ്റു 10⁻8 Nm⁻². യെസ്, ഓപ്ഷൻ എയുടെ ആൻസർ ആയിട്ടുണ്ട്. ഇത്രയാണ് ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നോക്കി അവിടെ ചോദിച്ചിട്ടുള്ള ഇലോങ്ങേഷൻ. നമ്മളെ കയ്യിൽ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ ഉണ്ട്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ, സ്ട്രെസ് എത്രയാണ്? ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ΔL/L. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ എഴുതിക്കൂടെ? ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പം F/A അങ്ങനെ തന്നെയുണ്ട്. ഈ അടിയിലുള്ള എല്ലിനെ പിടിച്ച് എന്ത് ചെയ്യാം? ഈ അടിയിലുള്ള ഏറ്റവും അടിയിലുള്ള എല്ലിനെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ F/A ഇൻറ്റു L ഡിവൈഡഡ് ബൈ ΔL. യെസ്, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ബിയിൽ കണ്ടുപിടിക്കേണ്ടത് ΔL. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ΔL ആയിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ΔLന് എന്ത് ചെയ്യുന്നു? നമ്മളിതാ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് y താഴേക്ക് വരും അല്ലേ. ഇപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയുള്ളത് കൺഫ്യൂഷൻ ആവരുത്, സ്റ്റെപ്പിൽ കൺഫ്യൂഷൻ ആവരുത്. y ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാണ്, y ഈസ് ഈക്വൽ ടു F/A L ഡിവൈഡഡ് ബൈ ΔL എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ΔLന് ഇങ്ങോട്ട് എടുക്കുന്നു, yന് ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ΔL ഈസ് ഈക്വൽ ടു, ഇക്വേഷനിൽ മാറ്റം വരുന്നു നോക്കാം. ΔL ഈസ് ഈക്വൽ ടു F/A ഇൻറ്റു L ഡിവൈഡഡ് ബൈ y. ഈ F/A നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സ്ട്രെസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, F/A അല്ലേ, F/A കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
3.18 ഇൻറ്റു 10⁸8 ഇൻറ്റു എൽ ലെങ്ത്ത് 1 മീറ്റർ അല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, 1 മീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ വൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 2 ഇൻറ്റു 10⁻11, 2 ഇൻറ്റു 10⁻11. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി 1.59 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് വെച്ചാൽ 1.59 മില്ലിമീറ്റർ എന്ന് കിട്ടുന്നു. ഓക്കെ, മീറ്ററിൽ മതി, ഇത് മതി, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് മതിയല്ലോ. അപ്പോൾ ഇത് മതി ആൻസർ. ഞാനത് മില്ലിമീറ്ററിലേക്ക് കൂടി കൺവേർട്ട് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. യെസ്, നെക്സ്റ്റ് ഇതിൽ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ, സി അല്ലേ, സ്ട്രെയിൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ഞാനിവിടെ എഴുതുന്നുണ്ടേ. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔL/L അല്ലേ, ΔL ഇപ്പോൾ കണ്ടുപിടിച്ചല്ലോ, 1.59 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ എൽ എത്രയാണ്, 1. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 1.59 ഇൻറ്റു 10⁻³ തന്നെ കിട്ടുന്നു സ്ട്രെയിൻ. സ്ട്രെയിൻ യൂണിറ്റിലല്ലോ, അപ്പോൾ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 ആയില്ലേ, ABC കണ്ടുപിടിച്ചില്ലേ, എയും ബിയും സിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ വരുന്ന പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സിമ്മർ 10 മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് ലേക്ക്. ഒരു ലേക്ക് ഉണ്ട്, ഇതൊരു ലേക്കാന്ന് വിചാരിക്കാം. ഈ ലേക്കിൽ 10 മീറ്റർ താഴെയായിട്ടൊരു സിമ്മർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വിം ചെയ്യുന്നുണ്ട്. ഓക്കെ, 10 മീറ്റർ ഡെപ്തിൽ ഒരു സിമ്മർ സ്വിം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഏതൊക്കെ പ്രഷർ ആക്ട് ചെയ്യാം. ലേക്കിൻ്റെ മുകൾ ഭാഗത്ത് എന്തുണ്ട്, ഇതുപോലെ അറ്റ്മോസ്ഫിയർ, ഇവിടെ അറ്റ്മോസ്ഫിയർ അല്ലേ ഉള്ളത്, അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതുണ്ട്. ദെൻ ഇയാളുടെ മുകളിൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്വിമ്മർ, ഈ സ്വിമ്മറുടെ മുകളിലുള്ള വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വിമ്മറിൻ്റെ മുകളിലൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രഷർ ഇവിടെ ആക്ട് ചെയ്യും. ഈ വാട്ടർ കൊടുക്കുന്ന പ്രഷർ നമ്മൾ ഗേജ് പ്രഷർ എന്നാണ് പറയുക കേട്ടോ, ഗേജ് പ്രഷർ. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറും ഗേജ് പ്രഷറും രണ്ടും ആരുടെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്, സ്വിമ്മറിൻ്റെ മുകളിൽ. അപ്പോൾ ടോട്ടൽ പ്രഷർ P ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ, P ഗേജ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഈ ഗേജ് പ്രഷറിൻ്റെ ഇക്വേഷനാണ് ρgh. എച്ച് എന്ന് പറയുന്നത് ഡെപ്ത്ത്, ആ സർഫസിൽ നിന്ന് അവിടേക്ക് ആ സ്വിമ്മറിലേക്കുള്ള ഡെപ്ത്ത്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. റോ ഡെൻസിറ്റി ആണ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഇവിടെ വാട്ടർ ആയതുകൊണ്ട് പ്രശ്നമല്ലേ, വാട്ടർ നമുക്ക് 1000 ആണ് ഡെൻസിറ്റി, നമുക്ക് ബൈ ഹാർട്ട് ആണ്. വേറെ ഏതെങ്കിലും ലിക്വിഡ് ആണെങ്കിൽ ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് തരേണ്ടി വരും. ജിയുടെ വാല്യൂ നിങ്ങൾക്ക് എന്തെടുക്കാം, 10 എടുക്കാം, 10 m/s² എന്ന് എടുക്കാം. ഇവിടെ റോ വാട്ടർ അല്ലേ, അപ്പം 10⁻³ കിലോഗ്രാം m/−3 ആണ് എടുക്കേണ്ടത് കേട്ടോ. ദെൻ അടുത്ത എന്താണ്, ഹൈറ്റ് 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് മീൻസ് അവിടെ നിന്ന് ഡെപ്ത് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. P ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം, 1.015 ഇൻറ്റു 10⁵5 പാസ്കൽ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് ആയിരിക്കണം, വാട്ടറിൻ്റെ ഡെൻസിറ്റി ബൈ ഹാർട്ട് ആയിരിക്കണം, ജിയുടെ വാല്യൂ അറിയണം. ഇത് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇനിയിപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യനിൽ എല്ലാം തരും കേട്ടോ. അപ്പോൾ നോക്കിയേ, 1.015 ഇൻറ്റു 10⁵5 പ്ലസ് ρgh സ്ഥാനത്ത് റോയുടെ അല്ലേ, ρgh അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. P ഈസ് ഈക്വൽ ടു 1.015 ഇൻറ്റു 10⁵5 പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് റോയുടെ സ്ഥാനത്ത് 1000 ഇൻറ്റു ജിൻ്റെ സ്ഥാനത്ത് 10 ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് 10 എന്ന് വെച്ചാൽ എത്രയായി, 1.015 ഇൻറ്റു 10⁵5 പ്ലസ് 1000 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 1 lakh എന്ന് വെച്ചാൽ 10⁵5. അപ്പോൾ നോക്കിയേ, 10⁵5 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1.015 പ്ലസ് ഇവിടെ എന്ത് ബാക്കി ഉണ്ടാവും, 1 ഉണ്ടാവും എന്ന് വെച്ചാൽ 2.015 ഇൻറ്റു 10⁵5 പാസ്കലാണ് ടോട്ടൽ പ്രഷർ ഓൺ ദാറ്റ് സിമ്മർ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, നല്ലൊരു പ്രോബ്ലമാണ്, ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. 2 മാർക്സ് ആയിരിക്കും അതിൻ്റെ വെയിറ്റേജ് ഉണ്ടാവുക. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Average depth of Indian Ocean is 3000 meter. Calculate the fractional compression delta V by V of water at the bottom of ocean. Give the bulk modulus of water is 2.2 into 10⁹9 Newton meter raised to -2. ഓക്കെ, ഇത് നമ്മളെ ഫ്ലൂയിഡ്സും സോളിഡ്സും രണ്ടും കൂടി ക്ലബ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കോളൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഓഷ്യൻ്റെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 3000 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ H ആയിട്ട് എന്തെടുത്തു, 3000 മീറ്റർ എന്ന് എടുത്തു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ΔV/V ആണ്.
ഡെൽറ്റ വി ബൈ വി എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ക്വസ്റ്റ്യനിൽ വേറെ എന്ത് തന്നിട്ടുണ്ട്? ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ, ബി വാട്ടർ തന്നിട്ടുണ്ട്. എത്രയാ? 2.2 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 m/s². അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു. ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷനാണ് -P/Δ_V/V. യെസ്. അപ്പോൾ നോക്കി അത് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ വി ബൈ വി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈസ് ഈക്വൽ ടു -P/B. P/B. യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ്? ഇത് നമുക്ക് ഇത് ഓഷ്യനാണ് അല്ലേ, ഫ്ലൂയിഡാണ്. അപ്പോൾ ഫ്ലൂയിഡിലുള്ള പ്രഷർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ പ്രഷർ എന്താ ഇക്വേഷൻ? H ρg. ഡെപ്തിലല്ലേ, ഗേജിലല്ലേ? എന്ന് വെച്ചാൽ ഓഷ്യൻ്റെ അടിയിലുള്ള ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ 3000 മീറ്റർ താഴെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഗേജ് പ്രഷർ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ, സ്വിമ്മറിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ H ρg/B. ഓക്കെ, H ρg എന്ന് പറയുമ്പോൾ മൈനസ് ഉണ്ട്, മൈനസ് അവിടെ വന്നോട്ടെ, കുഴപ്പമില്ല. എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 3000 നമ്മൾ എടുത്തിട്ടുണ്ട്. 3000 ഇൻറ്റു റോ എന്ന് പറയുന്നത് സീ വാട്ടർ ആണല്ലോ അല്ലേ, ഓഷ്യൻ. സീ വാട്ടറിൻ്റെ ഡെൻസിറ്റി നിങ്ങൾ വാട്ടറിൻ്റെ തന്നെ എടുത്താൽ മതി, 10⁻3. ഈ സീ വാട്ടറിൻ്റെ ശരിക്കും 1നേക്കാൾ കുറച്ച് കൂടുതലാണ്. ശരിക്കും 1നേക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ട് സീ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ കാര്യമാക്കണ്ട, അത് പെർട്ടിക്കുലർ പ്ലേസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ വാട്ടർ എന്നുള്ള രീതിയിൽ 10⁻3 തന്നെ എടുത്താൽ മതി. റോയുടെ വാല്യൂ 10⁻3 എടുത്തു. ജീൻ്റെ വാല്യൂ നിങ്ങൾ 10 എടുത്തോ, ഡിവൈഡഡ് ബൈ ബിയുടെ വാല്യൂ 2.2 × 10⁻9. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.36 × 10⁻². ഓക്കെ, യൂണിറ്റ് ഒന്നുമില്ല. ഇതാണ് അവിടുത്തെ ഫ്രാക്ഷണൽ ചേഞ്ച്. നെഗറ്റീവ് ഉണ്ടാവേ, കുറയുക ചെയ്യുക, വോളിയം കുറയല്ലേ ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് അവിടെ കൺസിഡർ ചെയ്യണം. യെസ്, അപ്പോൾ ഇതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഫ്ലൂയിഡ്സിൻ്റെ പാർട്ടിൽ നിന്ന് ഈ ഒരു ഇക്വേഷൻ, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എടുക്കണം. അതുപോലെ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് നിന്ന് ഈ ഒരു ഇക്വേഷനും വേണം. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കത് പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഈസ് ഡിസൈൻ ടു ലിഫ്റ്റ് എ കാർ വിത്ത് എ മാക്സിമം മാസ് ഓഫ് 3000 kg. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺ ക്യാരിയിങ് 425 cm². വാട്ട് ഈസ് എ മാക്സിമം പ്രഷർ വുഡ് ദ സ്മോളർ പിസ്റ്റൺ ഹാവ് ടു ബിയർ. ഓക്കെ, ഇത് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു കേസാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? നമ്മുടെ പാസ്കൽസിലോ അല്ലേ. അപ്പോൾ ഒരു ചെറിയ പിസ്റ്റൺ ഉണ്ടാവും, ഒരു സൈഡിൽ അപ്പുറത്ത് വലിയൊരു പിസ്റ്റൺ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. യെസ്, ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഡയഗ്രാം അല്ലേ. ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത്, രണ്ട് ഭാഗത്തും നമുക്ക് ഓരോ പിസ്റ്റൺ വെച്ച് പറയാം. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ ഭാഗത്ത് ഒരു പിസ്റ്റൺ ഉണ്ട്. ഇവിടെ ഒരു സ്മോൾ പിസ്റ്റൺ ഉണ്ട്. ഇതിനകത്ത് ലിക്വിഡ് ഫിൽഡ് ആയിരിക്കും. ഇവിടെ എന്തുണ്ട്? വലിയൊരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ഇവിടെ വലിയൊരു പിസ്റ്റൺ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മളൊരു കാറ് കയറ്റി വെക്കുന്നു. ഇവിടെ ഒരു കാറ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കയറ്റി വെച്ചിട്ടുണ്ട്. ആ കാറിൻ്റെ മാസ് എത്രയാണ്? M = 3000 kg എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡാറ്റാസ് ഇപ്പുറത്ത് മാറ്റി എഴുതാം. M = എത്രയാണ്? 3000 kg എന്ന് പറയുന്നുണ്ട്. യെസ്. ഇനി നോക്ക്, നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പാസ്കൽസ് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. നമ്മുടെ പാസ്കൽസ് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് F1 എന്ന് വിളിക്കാം. ഈ കാറ് ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് ആണ് എന്ത്? F2. അപ്പോൾ ഈ F2 എന്ന് പറയുന്ന കാറ് കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ mg, m എന്ന് പറയുന്നത് 3000 അല്ലേ. 3000 ഇൻറ്റു ജിയുടെ വാല്യൂ 10 എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ 3000 ഇൻറ്റു 9.8 എടുത്തു, കുഴപ്പമില്ല. 9.8 തന്നെ കറക്റ്റായിട്ട് എടുക്കാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് അടിക്കാമല്ലോ അല്ലേ അത്. അപ്പോൾ ഇവിടെ F1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ F2 ഉണ്ടാവണം. ഇതാണ് ശരിക്കും ഇതിൻ്റെ പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിലും അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ഒരേ ലെവലുള്ള പ്രഷർ, ഇവിടുത്തെ പ്രഷർ P1 ഇവിടുത്തെ പ്രഷർ എന്താണ്? P2 ആണ്. എന്ന് വെച്ചാൽ P1 = P2 ആയിരിക്കണം. ഇതാണ് എന്ത്? പാസ്കൽസ് ലോ. രണ്ട് സൈഡിലും പ്രഷർ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയനെ ഞാൻ A1 എന്ന് വിളിക്കുന്നു, ഇവിടുത്തെ ഏരിയനെ A2 എന്ന് വിളിക്കുന്നു. അപ്പോൾ F1/A1 = F2/A2. പാസ്കൽസ് ലോ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നോക്ക്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ? ഒരു കാര്യം കൂടി വേറെ ഒന്നുകൂടി തന്നിട്ടുണ്ട്. കാര്യം വലിയ പിസ്റ്റൻ്റെ ഏരിയ എത്രയാണ്? 425 cm² ആണ്. അപ്പോൾ ഏരിയ A2 അല്ലേ. വലിയ പിസ്റ്റൺ എന്ന് പറയുമ്പം അവിടുത്തെ ഏരിയ ഓഫ് സെക്കൻഡ് പിസ്റ്റൺ A2 = 425 cm².
അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ 425 സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സെൻറ്റിമീറ്റർ 10⁻² അല്ലേ, മീറ്ററിലേക്ക് മാറുമ്പം അതിൻ്റെ സ്ക്വയർ എടുക്കുക എന്ന് വെച്ചാൽ 425 × 10⁻⁻4 മീറ്റർ സ്ക്വയർ. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് എന്താ? സ്മോൾ മാക്സിമം പ്രഷർ ഓൺ ദ സ്മോൾ പിസ്റ്റൺ. ഈ P1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ P1 = F1/A1 അല്ലേ, അത് തന്നെയല്ലേ F2/A2 അല്ലേ. P1 = F1/A1 ആണ്, അത് തന്നെയാണ് എന്ത് F2/A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഗിവൺ ഉള്ളത്? F2 നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, F2 നമ്മുടെ കയ്യിലുണ്ട്. എന്താ F2 നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 3000 × 9.8 ന്യൂട്ടൺ. അതേപോലെ A2 നമ്മുടെ കയ്യിലുണ്ട്, A2 ഉണ്ട്, അതുപോലെ F2 ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഇവിടെ എടുത്ത് അങ്ങ് അപ്ലൈ ചെയ്യാം. P1 = F2/A2 എന്ന് തന്നെ പറഞ്ഞാൽ മതി. F2/A2 = 3000 × 9.8 ഡിവൈഡഡ് ബൈ A2ൻ്റെ സ്ഥാനത്ത് 425 × 10⁻⁻4. അപ്പോൾ ആൻസർ വരിക, ചെയ്ത് നോക്കണേ നിങ്ങളിത്, 6.92 × 10⁻5 അല്ലേ, 10⁻5 പാസ്കൽ. ഓക്കെ, യെസ്, ഒന്ന് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, വെരിഫൈ ചെയ്യണേ. പ്രോബ്ലം ഒന്ന് ഞാൻ ഒന്ന് റഫായിട്ട് ചെയ്ത് പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്യണം ആ വാല്യൂസൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാം. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ടെർമിനൽ വെലോസിറ്റി. നമുക്ക് ഈ ഫ്ലൂയിഡ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രോബ്ലമായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ടെർമിനൽ വെലോസിറ്റിയുടെ ഭാഗത്തുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്തായിരുന്നു ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വിസ്കസ് മീഡിയം ആണെന്ന് വിചാരിച്ചോളൂ. ഈ വിസ്കസ് മീഡിയത്തിലൂടെ ഒരു സ്പെരിക്കൽ ബോഡി താഴേക്ക് വീഴുന്നു. വിസ്കസ് മീഡിയത്തിലൂടെ ഒരു സ്പെരിക്കൽ ബോഡി താഴേക്ക് വീഴുന്നു. അങ്ങനെ താഴേക്ക് വീഴുന്ന സമയത്ത് അതിനെന്ത് മുകളിലേക്ക് ഒരു ബോയൻ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു വിസ്കസ് മീഡിയം ഉണ്ട്. ഇവിടെ വേറുണ്ട് ഒരു വിസ്കസ് മീഡിയം ഉണ്ട്. ആ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ സിഗ്മ ആയിട്ട് എടുക്കുക. അതേപോലെ ഈ വീഴുന്ന ബോഡി എന്താണോ ആ ബോഡിയുടെ ഡെൻസിറ്റി, ഇതാണ് ബോഡി. ആ ബോഡിയുടെ ഡെൻസിറ്റി നമ്മൾ റോ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, റോ അങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എടുക്കുക. വിസ്കസ് മീഡിയത്തിൻ്റെ ഡെൻസിറ്റി സിഗ്മയായിട്ടും ബോഡിയുടെ ഡെൻസിറ്റി റോ ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എനിവേ, നമ്മൾ ആ താഴേക്ക് വീഴുന്ന സമയത്ത് ഈ ബോഡിക്ക് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റ് ചെയ്യാൻ പറ്റും. ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, ബോഡി താഴേക്ക് വീഴുന്ന സമയത്ത്, ഇപ്പം മഴത്തുള്ളിയൊക്കെ വീഴുന്ന സമയത്ത്, മഴ എയറിലൂടെയല്ലേ വീഴുന്നത്, അങ്ങനെ വീഴുന്ന സമയത്ത് മഴ സ്പീഡ് വല്ലാണ്ട് കൂടുന്നില്ല, ഒരു പെർട്ടിക്കുലർ സ്പീഡിലാണ് മഴത്തുള്ളി താഴേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെലോസിറ്റിയാണ് എന്ത്? ടെർമിനൽ വെലോസിറ്റി. ഇറ്റ് ഈസ് ദ മാക്സിമം കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ എ ബോഡി, സ്പെരിക്കൽ ബോഡി, വെൻ ഇറ്റ് ഫോൾ ത്രൂ എ വിസ്കസ് മീഡിയം. ഓക്കെ, എൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടില്ല. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയും. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. യെസ്, അപ്പോൾ ടെർമിനൽ വെലോസിറ്റി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Terminal velocity of copper ball of radius 2 mm falling through a tank of oil at 20 degrees Celsius is 6.5 cm/second. Compute the viscosity of oil at 20 degrees Celsius. Density of oil is 1.5 × 10⁻³ kg meter raised to -3. Density of copper is 8.9 × 10⁻³ kg meter raised to -3. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ താഴേക്ക് വീഴുന്നത്, അപ്പോൾ ഫിഗർ തന്നെ, ഫിഗർ മാറ്റാൻ നിൽക്കണ്ട. ഇപ്പോൾ ഇങ്ങനെ ഈ കേസിൽ താഴേക്ക് വീഴുന്ന വെലോസിറ്റി, ടെർമിനൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. താഴേക്ക് വീഴുന്ന സമയത്ത് ഉള്ള വെലോസിറ്റിയാണ് എന്ത്? 6.5 cm/s. അപ്പോൾ cm/s തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യണം? അതിനെ m/s മാറ്റണം. cm/s m/s മാറ്റാൻ എന്താ മതി? 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ V = 6.5 × 10⁻²2 m/s. അപ്പോൾ ഞാനിവിടെ എന്താ ഒരു ഡാറ്റാസ് എഴുതി വെക്കുകയാണേ, വെലോസിറ്റി തന്ന് എഴുതി വെക്കുകയാണ്. V = 6.5 × 10⁻² m/s. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ബോളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ് ബോളിൻ്റെ റേഡിയസ്? 6 ആണ്. എന്ന് വെച്ചാൽ 6 നമ്മൾ എടുക്കുക. R = 2 mm അല്ലേ, 2 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 6 എഴുതി വെച്ചു. R = 2 × 10⁻³ -3 മീറ്റർ എന്ന് എഴുതി വെച്ചു. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ട്.
ഇനി അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല, അപ്പോൾ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യേണ്ട. ഇനി അതുപോലെ പറയുന്നത് എന്താണ്, ഡെൻസിറ്റി ഓഫ് ഓയിൽ, ഈ മീഡിയം അല്ലേ, ഇവിടെ മീഡിയം ഏതാണ്, ഓയിലാണ് മീഡിയം. ഈ വീഴുന്ന ബോഡി ഏതാണ്, കോപ്പർ ബോഡിയാണ്. ഓക്കെ, ഈ വീഴുന്നത് കോപ്പറിൻ്റെ ബോഡിയാണ്. ഓക്കെ, യെസ്, ഈ വീഴുന്നത് കോപ്പറിൻ്റെ ഒരു ബോളാണ്, കോപ്പർ ബോളാണ് ഈ വീഴുന്നതെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി, ഈ മീഡിയം ഏതാണ്, ഓയിലല്ലേ നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓയിലിൻ്റെ ഡെൻസിറ്റി നമ്മൾ സിഗ്മ ആയിട്ട് എടുത്ത് വെക്കണം. സിഗ്മ ഈസ് ഈക്വൽ ടു വാല്യൂ എത്രയാണ്, സിഗ്മ എന്ന് പറയുന്നത് ഓയിലിൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയാണ്. അതിൻ്റെ വാല്യൂ 1.5 × 10⁻³ ദെൻ നമ്മുടെ കോപ്പർ ബോളിൻ്റെ ഡെൻസിറ്റി റോ എന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.5 അല്ലേ, 8.9 × 10⁻³ kg/m⁻³ ജിയുടെ വാല്യൂ നിങ്ങൾക്ക് 9.8 എടുക്കാം, ജിയുടെ വാല്യൂ 9.8 എടുക്കാം. ഓക്കെ, താഴേക്ക് വരുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 എടുക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ടെർമിനൽ വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ടെർമിനൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചത്, v = 2/9 η r² ρ - സിഗ്മ × g. ഇതാണ് നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ ഗിവൺ ആണ്, വി ഗിവൺ ആണ് അല്ലേ. ഇവിടെ നമുക്ക് ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് വി ഗിവൺ ആണ്, ആർ ഗിവൺ ആണ്, റോ സിഗ്മ ഗിവൺ ആണ്, ജി ഗിവൺ ആണ്. ഈറ്റയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഈറ്റയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈറ്റയുടെ ഇക്വേഷൻ എന്താ വരിക, ഈറ്റ ഈസ് ഈക്വൽ ടു, റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അഡീഷണലായിട്ട് എഴുതാം. ഈറ്റ ഈസ് ഈക്വൽ ടു 2r² / 9 അവിടെ തന്നെയുണ്ട്. ഈറ്റ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, വെലോസിറ്റി ഇങ്ങോട്ട് ഇറക്കിയാൽ മതി. ഒന്നുമില്ല, ഈ വെലോസിറ്റി ഈറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ബാക്കി അതുപോലെ തന്നെ റോ മൈനസ് സിഗ്മ × ജി. ഓക്കെ, അപ്പം 2 × ആറിൻ്റെ സ്ഥാനത്ത് ആറിൻ്റെ വാല്യൂ എത്രയാടാ, ആറിൻ്റെ വാല്യൂ 2 × 10⁻³ അല്ലേ, 2 × 10⁻³ ² റോ എന്ന് പറയുന്നത് എത്രയായിരുന്നു, 8.9 × 10⁻³ എന്ന് വെച്ചാൽ 8900 എന്ന് പറഞ്ഞൂടെ, kg/m⁻³ ഇത് നമുക്ക് 1500 എന്ന് പറഞ്ഞൂടെ, kg/m⁻³ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാ ഈ വാല്യൂനെ. യെസ്, അപ്പോൾ നമുക്ക് 8900 - 1500 × 9.8. ഇനി അങ്ങനെ തന്നെ അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ, 10⁻³ വെച്ച് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെറുതെ നമ്മൾ തെറ്റുന്ന സാധ്യത കുറയ്ക്കാമല്ലോ നമുക്ക്. 9.8 / 9 × അല്ലേ, ഈ 9 × വെലോസിറ്റി എത്ര തന്നിട്ടുണ്ടായിരുന്നു, 6.5 × 10⁻² ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി ഈറ്റയുടെ വാല്യൂ കിട്ടും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ, ഈറ്റ തന്നെ വിസ്കോസിറ്റി തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ക്യാമ്പ്യൂട്ട് ദ വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു 9.9 × 10⁻⁻1 kg/m⁻⁻1 s². യെസ്, അല്ലെങ്കിൽ പോയ്സല്ലി PI, പോയ്സല്ലി സ്റ്റാൻഡേർഡ് യൂണിറ്റ് പോയ്സല്ലിയാണ്. അപ്പോൾ പോയ്സല്ലി എന്ന് എഴുതിയാലും മതി കേട്ടോ. പോയ്സല്ലിയാണ് വിസ്കോസിറ്റിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, PI എന്ന് എഴുതിയാലും മതി. യെസ്, ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫ്ലൂയിഡ്സിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, കാപ്പിലറി റൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണിത്. അപ്പം ചോദ്യം എങ്ങനെയാണ് വരുന്നത്, the capillary rise when capillary tube of radius 0.05 cm is dipped vertically in water. The surface tension of water is 0.073 Nm/(-1). Density of water is 1000 kg/m⁻³ ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട എച്ച് ആണ്. അപ്പോൾ കാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു 2s cos θ / r rho g. ഇതാണ് നമ്മുടെ കാപ്പിലറി ട്യൂബ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ r. ഓക്കെ, കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ r എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മളെടുക്കുന്ന ലിക്വിഡ് ഫ്ലൂയിഡ് എങ്ങനെയാണ്, ഇപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നിൽക്കുക. സാധാരണ നമ്മുടെ ഒരു ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ, ട്യൂബിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് എന്ത് ചെയ്യും, റൈസ് ചെയ്തിട്ട് ഈ ഒരു ഹൈറ്റ് റൈസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതാണ് നമുക്കിവിടെ അഡീഷണലായിട്ട് വന്നിട്ടുള്ള ഹൈറ്റ്. ഈ എച്ച് കണ്ടുപിടിക്കാനാണ് നമ്മൾ, അതിനുള്ള ഇക്വേഷനാണ്. നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വാട്ടറാണ്
വാട്ടർ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ് 0 ഡിഗ്രി. തീറ്റ 0 ആണെങ്കിൽ കോസ് 0 എത്രയാണ് 1. അപ്പോൾ H ഈസ് ഈക്വൽ ടു 2S/R റോ ജി എന്ന് വന്നു. H ഈസ് ഈക്വൽ ടു 2. എസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? സർഫസ് ടെൻഷൻ. എസ് സർഫസ് ടെൻഷൻ, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.073 ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1. ആറിൻ്റെ വാല്യൂ 0.05 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു 10⁻⁻² മീറ്റർ എന്ന് എഴുതിയാൽ മതി. ദെൻ റോ ഡെൻസിറ്റി ആണ് 1000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10 എടുത്തോ കുഴപ്പമില്ല, 10 9.8 എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 9.8 എടുക്കാം. കൺഫ്യൂഷൻ ആക്കണം, നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതല്ലേ. 9.8 എടുക്കാം. അപ്പോൾ അതോടെ കൊടുക്കുമ്പോൾ 2 ഇൻറ്റു എസിൻ്റെ വാല്യൂ 0.073 ഡിവൈഡഡ് ബൈ 0.05 ഇൻറ്റു 10⁻⁻² ഇൻറ്റു 1000 ഇൻറ്റു 9.8. ഇത് ചെയ്യുന്ന സമയത്ത് 2.98 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 2.98 ഇൻറ്റു അടിച്ചു നോക്കണമെങ്കിൽ നിങ്ങൾ വാല്യൂ വെരിഫൈ ചെയ്യണേ 10⁻² മീറ്റർ എന്ന് കിട്ടുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് എന്ത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അഡീഷണലായിട്ട് റൈസ് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 2.98 സെൻറ്റിമീറ്റർ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തെർമൽ പ്രോപ്പർട്ടീസിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 9.8 ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് കെൽവിൻ. ഫാരൻഹീറ്റിനെ കെൽവിനിലേക്ക് മാറ്റുന്ന രീതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസ് ഫോർമുലയുണ്ട്. ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ മൈനസ് ഫാരൻഹീറ്റിലെ ലോവസ്റ്റ് ഐസ് പോയിൻറ്റ് ഡിവൈഡഡ് ബൈ ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ സ്കെയിൽ ഡിഫറൻസ് 180 ഈസ് ഈക്വൽ ടു കെൽവിൻ സ്കെയിൽ അതേമാതിരി TK എന്ന് വിളിക്കാം. TK മൈനസ് കെൽവിൻ സ്കെയിലിലെ ഐസ് പോയിൻറ്റ് 273 ഡിവൈഡഡ് ബൈ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഐസ് പോയിൻറ്റും സ്റ്റീം പോയിൻറ്റും നമ്മളെ ഡിഫറൻസ് 100. രണ്ട് സൈഡിൽ നിന്ന് ഇവിടെ നമുക്കൊരു 0 ക്യാൻസൽ ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്നു. TFൻ്റെ വാല്യൂ 98 അല്ലേ. 98 മൈനസ് 32 ഡിവൈഡഡ് ബൈ 18 ഈസ് ഈക്വൽ ടു TK മൈനസ് 273 ബൈ 10. നമ്മളെന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു. 10 അങ്ങോട്ട് എടുക്കുക. യെസ്, 10 അങ്ങോട്ട് എടുക്കുമ്പം 60 അല്ലേ. 98 മൈനസ് 32 പറഞ്ഞാൽ 68 ഡിവൈഡഡ് ബൈ 68 66 അല്ലേ. 66 അല്ലേ. 66 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 18 ഈസ് ഈക്വൽ ടു TK മൈനസ് 273. 660 ഡിവൈഡഡ് ബൈ 18 ഈസ് ഈക്വൽ ടു TK മൈനസ് 273. 660 ബൈ 18 എന്ന് പറയുമ്പം ഏകദേശം വരെ 36.67 ആണ്. ഈക്വൽ ടു TK മൈനസ് 273. അപ്പോൾ TK ഈസ് ഈക്വൽ ടു എന്ത് വരും? TK ഈസ് ഈക്വൽ ടു മൈനസ് 273 ഇങ്ങോട്ട് വരുമ്പം പ്ലസ് 273 ആവും അല്ലേ. അപ്പോൾ 36.67 പ്ലസ് 273 ഇറ്റ് ഈസ് ഈക്വൽ ടു 309 309.67 303 കെൽവിനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ 98 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 309 കെൽവിന് 309.67 കെൽവിന് ഈക്വലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റീൽ ബീം ഓഫ് ലെങ്ത് 5 meter is kept at a temperature of 20 degrees Celsius on a hot day. The temperature rises to 40 degrees Celsius. What is the change in its length due to thermal expansion? Coefficient of linear expansion of steel is 1.2 into 10⁻⁻5 per degree Celsius. Okay, right. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സ്റ്റീലിൻ്റെ ബീമുണ്ട്, അതിൻ്റെ ലെങ്ത് എത്രയാണ്? 5 meter ആയിരുന്നു. ഓക്കെ, എത്രയാണ്? 5 meter ആയിരുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ. ഓക്കെ, ആ സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ്. ദെൻ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഹോട്ട് ഡേയിൽ ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? ടെമ്പറേച്ചർ അവിടെ 40 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. യെസ്, ടെമ്പറേച്ചർ എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 40 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും അല്ലേ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഇതുപോലെ വീണ്ടും ഈ ഒരു ഒബ്ജക്റ്റ് കുറച്ചുകൂടി ലെങ്ത്ത് കൂടുന്ന രീതിയിൽ നമുക്ക് കാണിക്കാം. യെസ്, ഡയഗ്രാം നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കണമെന്നില്ല കേട്ടോ. എക്സാമിന് നിങ്ങൾ ഡയഗ്രാം വരയ്ക്കണം എന്നില്ല, നിർബന്ധമില്ല. ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോവില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നോക്കി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ ഒരു നേരത്തെ 5 meter എന്ന് പറയുന്നത് 5 meter എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ലെങ്ത്ത് വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള വന്ന ലെങ്ത്ത് നമുക്ക് ഡെൽറ്റ എൽ എന്ന് വിളിക്കാം. അപ്പോൾ ഡെൽറ്റ എൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എത്രയാണ് അവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത്ത്, ഇൻക്രീസ് വന്നിട്ടുള്ള ലെങ്ത്ത് ഡെൽറ്റ എൽ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ആൽഫ എല്ലിൻ്റെ വാല്യൂ 1.2 × 10⁻⁻5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് 20 ഡിഗ്രി സെൽഷ്യസ് 40 ഡിഗ്രി ആയിട്ടില്ലേ. അപ്പോൾ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 20 ഡിഗ്രിയാണ്. ഇപ്പോൾ കെൽവിനിൽ മാറ്റിയാലും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്ര തന്നെയാണ്? 20 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 20 എന്ന് എഴുതാം. 20 യൂണിറ്റ്സ് ആണ് അവിടെ കൂടിയിട്ടുള്ളത്. സോ നമ്മൾ ഇക്വേഷൻ ഉണ്ട് ആൽഫ എൽ ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആൽഫ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എന്താണ്? ആൽഫ എൽ ഡെൽറ്റ ടി. ഇതിനങ്ങോട്ട് എടുത്താൽ മതി അല്ലേ. ഈ ഭാഗത്തേക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു എൽ ഡെൽറ്റ ടി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ 1.2 × 10⁻⁻5 ഇൻറ്റു 5, ഒറിജിനൽ ലെങ്ത്ത് 5 ആയിരുന്നു, ഇൻറ്റു ഡെൽറ്റ ടി എത്രയാണ്? 20. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂ കിട്ടുന്നത് 120 × 10⁻⁵5 മീറ്റർ. ഇത്രയാണെന്ന് വെച്ചാൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മില്ലിമീറ്ററിലേക്കൊക്കെ മാറ്റാൻ വേണ്ട. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോമിൽ മീറ്ററിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. ഇത്രയാണ് അതിൽ ഇൻക്രീസ് വന്നിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമ്മൾ തെർമോഡൈനാമിക്സ് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു എഫിഷ്യൻസി കാണാനുള്ളത്. തെർമോഡൈനാമിക്സിൽ കാർനോട്ട് എഞ്ചിൻ അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ് 1 - T2/T1. ഓക്കെ, യെസ്. വാട്ട് ഈസ് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഐസ് പോയിൻറ്റ് ആൻഡ് സ്റ്റീം പോയിൻറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഐസ് പോയിൻറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയാം, സ്റ്റീം പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ T1 എപ്പോഴും ആലോചിക്കുക, ഹയർ ടെമ്പറേച്ചർ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും എന്ത്? ടെമ്പറേച്ചർ കൂടുതൽ എന്നാണ് T1 ആയിട്ട് എടുക്കണം. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിന് T1 ആയിട്ട് എടുക്കാം എന്ന് വെച്ചാൽ 373 കെൽവിൻ. കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആണല്ലോ. T2 എന്ന് പറയുന്നത് നമ്മുടെ ഇതിപ്പം T1 സോഴ്സ് ടെമ്പറേച്ചർ, T2 എന്ന് പറയുന്നത് സിങ്കിൻ്റെ ടെമ്പറേച്ചർ. അത് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, എന്ന് വെച്ചാൽ 273 കെൽവിൻ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 273 കെൽവിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, യെസ്. 273 കെൽവിൻ. ദെൻ ഈക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 - 273 / 373. അപ്പോൾ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 373 - 273 / 373 എത്ര വരുന്ന ആൻസർ? 0.268 എന്ന് വരും. ഈറ്റ കിട്ടി. ഇതിനെ പെർസെൻറ്റേജ് എഫിഷ്യൻസി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, 0.268 × 100 എന്ന് പറയുമ്പോൾ 26.8% എഫിഷ്യൻസിയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് തെർമോഡൈനാമിക്സിന് ചോദിക്കുന്ന പ്രോബ്ലം. തെർമോഡൈനാമിക്സിന് വേറെ ഭാഗത്ത് നിന്ന് വർക്കൊക്കെ കാണാനുള്ള ചോദ്യങ്ങൾ മുമ്പ് ഉണ്ടാവില്ലായിരുന്നു, ഇപ്പം അങ്ങനെ ചോദിക്കാറില്ല. എനിവേ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമ്മൾ മാക്സിമം ഒരു 1 ഷോട്ടായിട്ട് അറിയാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. ഓക്കെ, താങ്ക് യു.